ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് സാഹിത്യ അവാർഡ്സ് എടുത്തിട്ടുണ്ട്. ലോറസ് അവാർഡ്, ഫിഫ ദി ബെസ്റ്റ്, മേജർ ധ്യാൻചന്ദ് പുരസ്കാരം, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി, പത്മ പുരസ്കാരങ്ങൾ, ഗോൾഡൻ ഗ്ലോബ്, റിപ്പബ്ലിക്, നോബൽ പ്രൈസ്, അതുപോലെ തന്നെ നമ്മൾ 2025-26 ചോദിച്ചിട്ടുള്ള ഒരുപാട് കറണ്ട് അഫയേഴ്സും ഉണ്ട്. അതും ഞാൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ വന്ന ആ ഒരു ഭാഗം കൂടെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സ്പോർട്സും എല്ലാതും ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പോർട്സ് അവാർഡുകളും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കറിനാണ് കേട്ടോ. 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആരാണ്? തിരുവിഴ ജയശങ്കർ. 2025 അത് ആർക്കാണ് ലഭിച്ചത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേട്ടോ. 2025 പഠിക്കണം. 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെന്നാണ് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെന്നാണ്. 2026 സർഗപ്രഭ പുരസ്കാരം നേടിയത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കേട്ടോ. 2026 സർഗപ്രഭ പുരസ്കാരം ആര് നേടി? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 2026 ലോറസ് അവാർഡ് ജേതാക്കൾ ആരെല്ലാം നമുക്ക് നോക്കാം. സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാർലോസ് അൽക്കാരസിനെയാണ് കേട്ടോ. 2026 ലോറസ് അവാർഡിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കാർലോസ് അൽക്കാരസിനെയാണ്. മികച്ച വനിതാ താരമായിട്ട് ആര്യന സെബലങ്കേനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആര്യന സെബലങ്കേനെയാണ് 2026 ലോറസ് അവാർഡിൽ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മികച്ച ടീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതോ പാരീസ് സെന്റ് ജെർമെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിനെയാണ് കേട്ടോ. ഫുട്ബോളിലെ പാരീസ് സെന്റ് ജെർമെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീമാണ് മികച്ച ടീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മികച്ച യുവതാരമാണെങ്കിൽ ലെമീൻ യമാലാണ് കേട്ടോ. ലെമീൻ യമാൽ മികച്ച യുവതാരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലോറസ് അവാർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ, എന്നിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കറണ്ട് അഫെയർ ഒക്കെ നമുക്ക് കറണ്ട് അഫെയറിന് മാത്രമായിട്ട് ബുക്കിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറുകളൊക്കെ കരുതുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട്. ലോറസ് അവാർഡൊക്കെ നമുക്ക് മിക്കവാറും പ്രതീക്ഷിക്കാം. 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയാണ് കേട്ടോ. 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയ. 2027 നടക്കുന്നതൊന്നും തരില്ല ചിലപ്പോൾ എക്സാമിന്. ക്വസ്റ്റ്യൻ ആയിട്ട് 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം എന്തായിരിക്കും ശരി? അത് ഏതാണ്? മേഘാലയയാണ് കേട്ടോ. 39ാമത് 2027 കൂടെ ഓർത്തിരിക്കുക. 38ാമത് ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച സംസ്ഥാനം ഏതാണ്? 38ാമത്തെ ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചത് ഏതാണ്? ഉത്തരാഖണ്ഡ് ആയിരുന്നു കേട്ടോ. ഉത്തരാഖണ്ഡാണ് 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? മൗലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിമാലയൻ മൊണാലായിരുന്നു കേട്ടോ. മൗലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിമാലയൻ മൊണാലായിരുന്നു 38ാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. 38ാമത് ദേശീയ ഗെയിംസ് ഫുട്ബോളിൽ സ്വർണം നേടിയത് ആരാണ്? കേരളമായിരുന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോളിൽ സ്വർണം നേടിയ സംസ്ഥാനം ഏതായിരുന്നു? അതും കേരളമായിരുന്നു. അതുപോലെ തന്നെ 38ാമത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിനായിട്ട് 3 സ്വർണം നേടിയ വനിതയാണ് ഹർഷിത ജയറാം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. 38ാമത് ദേശീയ ഗെയിംസിന് എവിടെ വെച്ചിട്ടായിരുന്നു? ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? മൗലി എന്ന് പറഞ്ഞിട്ടുള്ള ഹിമാലയൻ മൊണാലായിരുന്നു. ഫുട്ബോളിൽ സ്വർണം നേടിയത് കേരളമാണ്. വോളിബോളിൽ വനിതകളുടെ വോളിബോളിൽ 38ാമത് ദേശീയ ഗെയിംസിൽ സ്വർണം നേടിയത് ആരാണ്? അതും കേരളം തന്നെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിന് വേണ്ടിയിട്ട് 3 സ്വർണം നേടിയ വനിതയാണ് ഹർഷിത ജയറാം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ് കേട്ടോ. അഞ്ജു ബോബി ജോർജ് ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ അത്ലറ്റ് കമ്മീഷൻ അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള മികച്ച
താരത്തിനുള്ള 2025 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം. ഇതിപ്പോൾ 2-3 തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ്? ഒസ്മാൻ ഡെംബലെയാണ് കേട്ടോ. ഒസ്മാൻ ഡെംബലെയാണ് 2025 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ പുരുഷ താരം, ഒസ്മാൻ ഡെംബലെ. ഇനി 2025 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ താരം അതാരാണ്? ഐറ്റീന ബോൺമാറ്റിയാണ് കേട്ടോ. ഐറ്റീന ബോൺമാറ്റിയാണ് 2025 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ വനിതാ താരമെന്ന് പറയുന്നത്. പഠിച്ചിരിക്കണേ. 2025 ഫിഫ അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? മൊറോക്കോയാണ് കേട്ടോ. 2025 ഫിഫ അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? മൊറോക്കോ വന്നിട്ടുണ്ട്. 2025 ഫിഫ അണ്ടർ-17 ലോകകപ്പ് കിരീടം നേടിയത് ആരായിരുന്നു? പോർച്ചുഗൽ ആയിരുന്നു. അണ്ടർ-20 ലോകകപ്പ് ഫുട്ബോൾ ആണെങ്കിൽ മൊറോക്കോ, അണ്ടർ-17 ലോകകപ്പ് കിരീടം നേടിയ രാജ്യമാണെങ്കിൽ പോർച്ചുഗലാണ്. ഓർത്തിരിക്കുക. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായത് എവിടെയായിരുന്നു? ഇക്വഡോറിലായിരുന്നു കേട്ടോ. 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയായത് ഇക്വഡോർ ആയിരുന്നു. ആരായിരുന്നു കിരീട ജേതാക്കൾ? ബ്രസീലായിരുന്നു കേട്ടോ. കൊളംബിയയാണ് പരാജയപ്പെടുത്തിയത്. ബ്രസീലായിരുന്നു 2025 വനിതാ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീട ജേതാക്കൾ എന്ന് പറയുന്നത്. ആരായിരുന്നു? ബ്രസീലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കണേ, പഠിക്കണേ. 2025 ഒക്ടോബർ 31 അന്തരിച്ച ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരം ആരാണ്? മാനുവൽ ഫ്രെഡറിക് ആണ് കേട്ടോ. കണ്ണൂർ സ്വദേശിയാണ്. 2025 ഒക്ടോബർ 31 അദ്ദേഹം അന്തരിക്കുന്നത്. അദ്ദേഹം എന്താണ്? ഒളിമ്പിക്സിൽ ഹോക്കി മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമാണ്. ആരാണ്? മാനുവൽ ഫ്രെഡറിക് ആണ്. ഗോൾ മുഖത്തെ കടുവ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2019 ധ്യാൻചന്ദ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാനുവൽ ഫ്രെഡറിക്കിനെ കുറിച്ചിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽ കാര്യങ്ങൾ ഓർത്തിരിക്കണേ. നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. 2025 ഒക്ടോബർ 31 മാനുവൽ ഫ്രെഡറിക് അന്തരിക്കുന്നത്. അദ്ദേഹം ഒളിമ്പിക്സ് ഹോക്കി മെഡൽ നേടിയ ആദ്യത്തെ മലയാളി താരമാണ് കേട്ടോ. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. ഗോൾ മുഖത്തെ കടുവ എന്നാണ് അറിയപ്പെടുന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഹോളണ്ടിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഗോളിയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2019 ധ്യാൻചന്ദ് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസഡറായി നിയമിതനായത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസഡറായി നിയമിതനായ ആരാണ്? സഞ്ജു സാംസൺ ആണ് കേട്ടോ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസഡറായി നിയമിതനായതാണ് സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം ആരാണ്? സ്മൃതി മന്ദാനയാണ് കേട്ടോ. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം. ആരാണ്? സ്മൃതി മന്ദാന. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഷെഫാലി വർമ്മയാണ് കേട്ടോ. ഷെഫാലി വർമ്മയാണ് ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത്. MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ച ബാങ്ക് ഏതാണ്? SBI ആണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് MS ധോണിയെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചിട്ടുള്ളത്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയായിരുന്നു? ന്യൂഡൽഹിയിലായിരുന്നു കേട്ടോ. ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പൊക്കെ. അതിൻ്റെ ഭാഗ്യചിഹ്നം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തായിരുന്നു? വിരാജ് ആയിരുന്നു കേട്ടോ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വിരാജ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു? കങ്കണ റണാവട്ട് ആയിരുന്നു കേട്ടോ. കങ്കണ റണാവട്ട് ആയിരുന്നു 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേര് പഠിക്കേണ്ടതുണ്ട്. ശൈലേഷ് കുമാർ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ സ്വർണ്ണ മെഡൽ നേടുന്നതാണ് ശൈലേഷ് കുമാർ കേട്ടോ. അപ്പോൾ ചോദ്യം ഇങ്ങനെ വരാം. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? ശൈലേഷ് കുമാർ ആണ് കേട്ടോ. ശൈലേഷ് കുമാർ. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? സുമിത് ആൻഡിലാണ് കേട്ടോ. സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ ആണ്. 3 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായിട്ട് 3 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? സുമിത് ആൻഡിലാണ്.
ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാരാണ്? റിങ്കു ഹൂഡയാണ് കേട്ടോ, റിങ്കു ഹൂഡ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാരാണ്? റിങ്കു ഹൂഡയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയതാരാണ്? നിഷാദ് കുമാറാണ്. പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ സ്വർണം നേടിയതാരാണ്? നിഷാദ് കുമാറാണ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയതാരാണ്? സന്ദീപ് സഞ്ജയ് സർഗറാണ് കേട്ടോ. ഓരോ കാറ്റഗറിയാണ്. F44 കാറ്റഗറിയിലാണ് സന്ദീപ് സഞ്ജയ് സർഗറിന് ജാവലിൻ ത്രോയിൽ സ്വർണം ലഭിച്ചിട്ടുള്ളത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയതാരാണ്? സിമ്രാൻ ശർമ്മയാണ് കേട്ടോ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 100 മീറ്റർ സ്വർണം നേടിയതാരാണ്? സിമ്രാൻ ശർമ്മയാണ്. നമ്മളിവിടെ ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കണം. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അറിഞ്ഞിരിക്കണം. 10 കേട്ടോ. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാമത്തെ സ്ഥാനമാണ്. 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകളാണ് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ നേടിയിരിക്കുന്നത്. 10ാമത്തെ സ്ഥാനമാണ്. 6 സ്വർണം ഉൾപ്പെടെ 22 മെഡലുകളാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കൾ ആരായിരുന്നു? ബ്രസീലായിരുന്നു ജേതാക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാനം എത്രയാണ്? 10. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണ്? മനു ബാക്കർ, ഇനം അറിഞ്ഞിരിക്കണേ, ഷൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഹർമൻപ്രീത് സിംഗ്, ഹോക്കി വിഭാഗം. ഡി ഗുഗേഷ്, ലോക ചെസ് ചാമ്പ്യൻ. പ്രവീൺ കുമാർ, പാരാ അത്ലറ്റ്. ഇത്രയും പേർക്കാണ് പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? മനു ബാക്കർ, ഹർമൻപ്രീത് സിംഗ്, ഡി ഗുഗേഷ്, പ്രവീൺ കുമാർ എന്നിവർക്കാണ് 2025 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അവരുടെ ഇനവും പഠിച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരമാരാണ്? സാജൻ പ്രകാശ് ആയിരുന്നു കേട്ടോ. അർജുന പുരസ്കാരം നേടിയ മലയാളി നീന്തൽ താരമാരാണ്? സാജൻ പ്രകാശാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകരാരാണ്? എസ് മുരളീധരനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി ബാഡ്മിന്റൺ പരിശീലകനാണ് എസ് മുരളീധരൻ. ഖേൽരത്ന പുരസ്കാരങ്ങൾ എഴുതി വെക്കണേ, പഠിക്കണേ. പ്രഥമ ഗോഗോ ലോകകപ്പിൽ പുരുഷ വനിത വിഭാഗങ്ങളിലെ കിരീടം സ്വന്തമാക്കിയ രാജ്യങ്ങൾ ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ആദ്യത്തെ ഗോഗോ ലോകകപ്പിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം ആരാണ് നേടിയിരിക്കുന്നത്? ഇന്ത്യയാണ് നേടിയിരിക്കുന്നത്. വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. ആ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം കൂടെ അറിഞ്ഞിരിക്കണം. തേജസ് ആൻഡ് താരയായിരുന്നു കേട്ടോ. പ്രഥമ ഗോഗോ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തേജസ് ആൻഡ് താര. വേദി എവിടെയായിരുന്നു? ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നേ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയായിരുന്നു. വേദി ഏതാണ്? മലേഷ്യ ആയിരുന്നു. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം ഇമ്പോർട്ടൻ്റ് ആണ്. VK ജോഷിത, വയനാടുകാരിയാണ്. VK ജോഷിത എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ക്രിക്കറ്റ് താരം ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? VK ജോഷിത, വയനാടാണ് സ്വദേശം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ് കേട്ടോ. ക്രിസ്റ്റി കവൻട്രി ആണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റി കവൻട്രി. നിലവിലെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? ക്രിസ്റ്റി കവൻട്രി ആണ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? തോമസ് ബാക്കാണ് കേട്ടോ. തോമസ് ബാക്കാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന്റെ വേദി എവിടെയാണ്? റിയാദിലാണ് കേട്ടോ. സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചിട്ടാണ് സ്പോർട്സ് നടക്കാൻ പോകുന്നത്. 2027 കേട്ടോ. 2027 നടക്കാൻ പോകുന്ന പ്രഥമ ഒളിമ്പിക്സിന്റെ സ്പോർട്സ് ഗെയിംസിന്റെ വേദി എവിടെയാണ്? റിയാദാണ്. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ എവിടേക്കാണ്? കാനഡ, മെക്സിക്കോ, അമേരിക്ക. കാനഡ, മെക്സിക്കോ, അമേരിക്കയിൽ വെച്ചിട്ടാണ് ഇപ്പം നമ്മുടെ ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം എത്രയാണ്? 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. അതിൽ ലോകകപ്പിൻ്റെ പന്തിന് നൽകിയിരിക്കുന്ന പേര് ട്രയോണ്ട എന്നുള്ളതാണ് കേട്ടോ. ട്രയോണ്ട. അതിൻ്റെ ഭാഗ്യചിഹ്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിൾ, സായു, ക്ലച്ച് എന്നുള്ളതാണ് കേട്ടോ. 2026 ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? മാപ്പിൾ, സായു,
ക്ലച്ച് എന്നിവയാണ് കേട്ടോ. നമ്മുടെ ഈ 2026 ഫുട്ബോൾ ലോകകപ്പിൽ മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? കുറക്കാവോ ആണ് കേട്ടോ. കുറക്കാവോ. മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം അതേതാണ്? കുറക്കാവോ ആണ് കേട്ടോ. കുറക്കാവോ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായിട്ട് യോഗ്യത ലഭിച്ച രാജ്യങ്ങളാണ് കേപ്പ് വെർദെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ തന്നെ കുറക്കാവോ. ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് ആദ്യമായിട്ട് യോഗ്യത നേടുന്ന രാജ്യങ്ങളാണ് കേപ്പ് വെർദെ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കുറക്കാവോ എന്നിവ. 2026 ഫിഫ ലോകകപ്പ് പഠിക്കണം കേട്ടോ. ഇപ്പോൾ ഫുള്ള് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പൊക്കെയായി വരുന്നത് കൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലമാണ് കേട്ടോ. കൊല്ലമാണ്. എല്ലാം കാവച്ചിട്ടാണ് ക്ലാസ് ക്രിക്കറ്റ്. അപ്പോൾ കൊല്ലം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട് കോഹ്ലിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 28,000 റൺസ് എടുത്ത താരം എന്ന നേട്ടം സ്വന്തമാക്കുന്നത് ആരാണ്? വിരാട് കോഹ്ലി. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം ഇന്ത്യക്കാണ് ലഭിച്ചിട്ടുള്ളത്. 2026 10ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നമ്മൾ ഇന്ത്യയാണ് നേടിയിട്ടുള്ളത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്താണ് ഇന്ത്യ ലോക ചാമ്പ്യന്മാരായത്. ഇതെല്ലാം പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വന്നാൽ നമ്മൾ കുഴങ്ങാൻ പാടില്ല. അപ്പോൾ എവിടെ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ നടന്നിട്ടുണ്ടായിരുന്നത്. ന്യൂസിലാൻഡിനെ 96 റൺസിന് തകർത്തിട്ടാണ് നമ്മൾ ലോക ചാമ്പ്യന്മാരായിട്ടുള്ളത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു എഡീഷനിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയത് ആരാണ്? മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ ആണ് കേട്ടോ. നമുക്ക് പ്രതീക്ഷിക്കാവേ ക്വസ്റ്റ്യൻ. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒരു എഡീഷനിൽ ഏറ്റവും കൂടുതൽ സിക്സർ, അതായത് 24 സിക്സ് എന്ന റെക്കോർഡ് സ്വന്തം പേരിലാക്കിയ മലയാളി ആരാണ്? സഞ്ജു സാംസൺ ആണ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ന്യൂസിലാൻഡിലെ ബാറ്ററായിട്ടുള്ള ഫിൻ അലനാണ് കേട്ടോ. ഫിൻ അലനാണ് ലോകകപ്പിൻ്റെ തന്നെ ചരിത്രത്തിൽ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 33 പന്തിലാണ് ഫിൻ സെഞ്ചുറി നേടുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ജമ്മു കാശ്മീരിനാണ് കേട്ടോ. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം ആര് നേടി? ജമ്മു കാശ്മീർ. ഫൈനലിൽ കർണാടകയ്ക്കെതിരെ നേടിയ 1ാം ഇന്നിങ്സിൻ്റെ ലീഡിൻ്റെ ബലത്തിലാണ് ജമ്മു കാശ്മീർ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായ ലോറസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. പഠിക്കണേ. കായിക രംഗത്തെ വിഖ്യാത പുരസ്കാരമായിട്ടുള്ള ലോറസിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. സച്ചിൻ തെണ്ടുൽക്കർ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയമിക്കപ്പെട്ടു. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ തെണ്ടുൽക്കർ ആണ്. ഛത്തീസ്ഗഡാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. ചോദിച്ചിട്ടുണ്ട്, വന്ന ക്വസ്റ്റ്യൻ ആണ്. ഛത്തീസ്ഗഡാണ് പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് വേദിയാകുന്നത്. നമുക്ക് പത്മ അവാർഡുകൾ നോക്കാം. ഞാൻ ഒരു വട്ടം ഇത് ക്ലാസ് എടുത്തതാണ്. എന്നാലും നമുക്കിത് 10th പ്രിലിംസിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ആയതുകൊണ്ട് നമുക്കിത് ഓടിച്ചൊന്ന് നോക്കി പോവാം. ക്ലാസ് കണ്ടവരെല്ലാം ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 2026 പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണ്? 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ പഠിക്കേണ്ടത് VS അച്യുതാനന്ദൻ, മലയാളിയായിട്ടുള്ള VS അച്യുതാനന്ദന് 2026 പത്മവിഭൂഷൺ ലഭിച്ചു. എല്ലാവരെയും പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ പത്മവിഭൂഷൺ ലഭിക്കാത്തത് ആര് എന്നൊക്കെ ചോദിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാവരും പഠിക്കണം. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജം എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പത്മഭൂഷൺ ലഭിച്ചത് എത്ര പേർക്കാണ്? 13 പേർക്കാണ് ലഭിച്ചത്. നമ്മൾ പഠിക്കേണ്ടത് മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. എന്താണ് ലഭിച്ചിരിക്കുന്നത്? പത്മഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാവരെയും നമുക്ക് വായിച്ചു പോവാം. വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക്ക യാനിക്, ഭഗത് സിംഗ് കൊഷിയാരി, കലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി ദത്രാദേയുഡു, പീയൂഷ് പാണ്ഡെ, MS കമിലന്ദൻ, ശിവാദിൻ R ഗണേഷ്, ഉദയ് കോട്ടക്. ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ മറന്നു പോകരുത്, പത്മഭൂഷണാണ്. 13 പേർക്കാണ് പത്മഭൂഷൺ ഇത്തവണ ലഭിച്ചിട്ടുള്ളത്.
പത്മശ്രീ 113 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഇത്രയും ഈ PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ഇത്രയും പേരുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പുനിയ, പ്രവീൺ കുമാർ, കെ പളനിവേൽ, AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലയ്ക്കൽ ദേവകിയമ്മ, ബിൽ ദേവ് സിംഗ്, കെ രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിജൻ സൈക്കിയ അങ്ങനെ ഉൾപ്പെടെ 113 പേർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് കേട്ടോ. രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പുനിയ, പ്രവീൺ കുമാർ, കെ പളനിവേൽ ഇത്രയും പേരെ നമ്മൾ പത്മശ്രീയിലൊന്ന് ഓർത്തിരിക്കണേ. ഇതിങ്ങനെ വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ കേട്ടോ. അശോക ചക്ര ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ശുഭാംശു ശുക്ലയ്ക്കാണ്. അശോക ചക്ര ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? ശുഭാംശു ശുക്ലയ്ക്കാണ്. ഇനി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ് കീർത്തി ചക്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2026 കീർത്തി ചക്ര പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കാണ്. ശൗര്യ ചക്ര 3 പേരാണ് പങ്കിട്ടിരിക്കുന്നത്. ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ രൂപ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കമാൻഡന്റ് വിപിൻ വിൽസൺ എന്നിങ്ങനെ 3 പേർക്കാണ് 2026 ശൗര്യ ചക്ര പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് പത്മ അവാർഡ് എന്ന് പറയുന്നത്. ഇനി 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം മികച്ച ചിത്രം ഏതാണ്? ഹാംനെറ്റ് ആണ്. മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് ഏതാണ്? ഹാംനെറ്റ് ആണ്. അതുപോലെ തന്നെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ 2 ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ഡ്രാമ വിഭാഗത്തിൽ നിന്ന് ഹാംനെറ്റും മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിൽ നിന്ന് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുമാണ് മികച്ച ചിത്രമായിട്ട് 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ എടുത്തിട്ടുള്ളത്. മികച്ച നടനാരാണ്? ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറയാണ് കേട്ടോ. വാഗ്നർ മൗറയാണ് ഡ്രാമ വിഭാഗത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സിനിമ ദി സീക്രട്ട് ഏജന്റ് എന്നുള്ളതാണ് കേട്ടോ. ഇനി മ്യൂസിക്കൽ കോമഡി വിഭാഗത്തിലാണെങ്കിൽ തിമോത്ത ഷാലമയാണ്. തിമോത്ത ഷാലമെ സിനിമ മാർട്ടി സുപ്രീം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് കേട്ടോ. അപ്പോൾ വാഗ്നർ മൗറയും തിമോത്തോ ഷാലമയാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടി ജെസ്സി ബക്ലി, അതുപോലെ തന്നെ റോസ് ബൈറൻ ആണ് കേട്ടോ. ജെസ്സി ബക്ലി അതുപോലെ തന്നെ റോസ് ബൈറൻ ആണ് മികച്ച നടി വിഭാഗത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ സംവിധായകനെയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡിയേഴ്സ് ആണ് കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ സംവിധായകനായിട്ടുള്ള പോൾ തോമസ് ആൻഡിയേഴ്സിനെയാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. മികച്ച വിദേശ ഭാഷാ ചിത്രം പഠിച്ചിരിക്കണേ. ദി സീക്രട്ട് ഏജന്റ് എന്നുള്ളതാണ് കേട്ടോ. ദി സീക്രട്ട് ഏജന്റ് ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രം എന്ന് പറയുന്നത്. ഈ വിദേശ ഭാഷാ ചിത്രമൊക്കെ മിക്കവാറും ചോദിക്കാറുണ്ട് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ഏതാണ്? ആറളം. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഉദയ് എന്നുള്ളതാണ് കേട്ടോ. ആധാറിന്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഉദയ്. ആരാണത് രൂപം കൊടുത്തത്? അരുൺ ഗോകുലാണ് കേട്ടോ. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അരുൺ ഗോകുലാണ് ഉദയ് എന്ന് പറഞ്ഞിട്ടുള്ള ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന് രൂപം നൽകിയിട്ടുള്ളത്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായതാരാണ്? മോഹൻലാലാണ് കേട്ടോ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായതാരാണ്? മോഹൻലാൽ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ് നേടിയിരിക്കുന്നത്? KG ശങ്കരപ്പിള്ളയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞായി. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ് ലഭിച്ചത്? KG ശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ ബംഗാൾ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് കേട്ടോ, ബംഗാൾ. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കുക, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, അനന്തരം, രണ്ടാം വരവ്, കാവ്യബുദ്ധൻ, ചതുരം ഇതെല്ലാം ആരുടെയാണ്? KG ശങ്കരപ്പിള്ളയുടെ എഴുത്തുകളാണ് കേട്ടോ. ഇതെല്ലാം പഠിക്കണേ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലനാണ് കേട്ടോ. ഏതാണ് കൃതി? ഉൾക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് കേട്ടോ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? EP രാജഗോപാലൻ. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ്. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പാട്ന പക്ഷി സങ്കേതവും ഹരിദണ്ഡും ആണ് കേട്ടോ. ഗുജറാത്തിലെ ഹരിദണ്ഡും പട്ന പക്ഷി സങ്കേതം, ഉത്തർപ്രദേശിലെ പട്ന പക്ഷി സങ്കേതവുമാണ് 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഈ റാംസാർ സൈറ്റൊക്കെ ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ്.
സംസ്ഥാനത്തെ പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ഗോവ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു? ബാസിലസ് സബ്റ്റിലിസ് ആണ് കേട്ടോ. പ്രഖ്യാപിച്ചത് 2026 ജനുവരി 23-നാണ് കേട്ടോ. ബാസിലസ് സബ്റ്റിലിസിനെ കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായി പ്രഖ്യാപിച്ചത് 2026 ജനുവരി 23-നാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡേറ്റ്, വർഷം അടക്കം ഡേറ്റ് ഒക്കെ എല്ലാം പഠിച്ചിരിക്കണേ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ് കേട്ടോ. കേരള സർക്കാരിൻ്റെ ഓൺലൈൻ ടാക്സി സർവീസ് ആയിട്ടുള്ള കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? സഞ്ജു സാംസൺ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? KG സനൽകുമാർ ആണ് കേട്ടോ. KG സനൽകുമാർ ആണ് നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ആരാണ്? KG സനൽകുമാർ. ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആണ് കേട്ടോ. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആണ് ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി. USA-യും ഇസ്രായേലും സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിംഹഗർജനം അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം എന്നുള്ളതാണ് കേട്ടോ. USA-ലും ഇസ്രായേലും എന്താണ് സംയുക്തമായിട്ട് ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം എന്നുള്ളത്. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെ ഇറാന്റെ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടികൾ എന്ത് വിളിച്ചു? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്നുള്ളതാണ് കേട്ടോ. ഈ ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്തതുമായ കടലിടുക്ക് ഏതാണ്? അത് ഹോർമോസ് കടലിടുക്കാണ് കേട്ടോ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. നീതി ആയോഗിന്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. നീതി ആയോഗിന്റെ താൽക്കാലിക CEO ചുമതലയേറ്റത് ആരാണ്? നിധി ചിബ്ബാർ ആണ് കേട്ടോ. നിധി ചിബ്ബാർ ആണ് CEO ആയിട്ട് ചുമതലയേറ്റത്. വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ്. നീതി ആയോഗൊക്കെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഇഷ്ട ടോപ്പിക്കാണ് PSCയുടെ. നമ്മുടെ RBIയുടെ ഗവർണർ, നിലവിലെ RBIയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. 26ാമത്തെ ഗവർണറാണ് കേട്ടോ. RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? K സോമപ്രസാദ് ആണ് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? K സോമപ്രസാദ്. 2026 നാറ്റോ ഉച്ചകോടി വേദി ഏതാണ്? അങ്കാറയാണ് കേട്ടോ. തുർക്കിയിലെ അങ്കാറയാണ് 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. 2025 യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആഘോഷമാണ് ദീപാവലി. 2025 യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആഘോഷം ഏതാണ്? ദീപാവലിയാണ്. 2026 നടന്നത് എത്രാമത് റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു? 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു കേട്ടോ. 2026 77ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് ഇപ്പം നടന്നത്. ആരൊക്കെയായിരുന്നു മുഖ്യാതിഥികൾ? യൂറോപ്യൻ യൂണിയന്റെ 2 പ്രമുഖ നേതാക്കളായിരുന്നു മുഖ്യാതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഉർസുല വോൺ ഡെർ ലെയ്ൻ ആയിരുന്നു കേട്ടോ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിരുന്നു ഉർസുല വോൺ ഡെർ ലെയ്ൻ എന്ന് പറയുന്നത് കേട്ടോ. ഉർസുല വോൺ ഡെർ ലെയ്ൻ. പിന്നെ അടുത്തത് ആന്റോണിയോ കോസ്റ്റ ആയിരുന്നു കേട്ടോ. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആന്റോണിയോ കോസ്റ്റയും. അങ്ങനെ ഈ 2 വ്യക്തികളാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന് മുഖ്യ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാളെയും പഠിക്കണേ, വല്ലാത്ത പേരുകൾ തന്നെ അല്ലേ. ഉർസുല വോൺ ഡെർ ലെയ്നും ആന്റോണിയോ കോസ്റ്റയും. എന്തായിരുന്നു ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്? 115 years ഓഫ് വന്ദേ മാതരം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150ാമത്തെ വാർഷികം എന്നുള്ളതായിരുന്നു പ്രധാന പ്രമേയം. ഉപപ്രമേയങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? സ്വാതന്ത്ര്യ കാ മന്ത്ര വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത്. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യ കാ മന്ത്ര വന്ദേ മാതരം, സമൃദ്ധി കാ മന്ത്ര ആത്മനിർഭർ ഭാരത് എന്നീ 2 ഉപപ്രമേയങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം എന്തായിരുന്നു?
കൊച്ചി വാട്ടർ മെട്രോ ആയിരുന്നു കേട്ടോ. പിന്നെ കേരളം കൈവരിച്ച 100% ഡിജിറ്റൽ സാക്ഷരതയും. അങ്ങനെ രണ്ടായിരുന്നു നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? കൊച്ചി വാട്ടർ മെട്രോ, കേരളം കൈവരിച്ച 100% ഡിജിറ്റൽ സാക്ഷരത. ഇത് രണ്ടുമായിരുന്നു കേരളത്തിൻ്റെ നിശ്ചൽ ദൃശ്യത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 2026 ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തായിരുന്നു? മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്രയുടെ ഗണേശോത്സവമായിരുന്നു കേട്ടോ. മഹാരാഷ്ട്രയുടെ ഗണേശോത്സവം സ്വയം പര്യാപ്തതയുടെ പ്രതീകം എന്ന് പറഞ്ഞിട്ടുള്ള തീമിനായിരുന്നു 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. മഹാരാഷ്ട്രയാണ് കേട്ടോ. സെക്കൻഡ് ജമ്മു കാശ്മീരിലെ ആയിരുന്നു കേട്ടോ. ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും ആയിരുന്നു അവരുടെ പ്രമേയം എന്ന് പറയുന്നത്. തേർഡ് നമ്മുടെ കേരളമായിരുന്നു. വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും ഓർത്ത് വെച്ചേക്കണേ. മഹാരാഷ്ട്ര ഫസ്റ്റ്, സെക്കൻഡ് ജമ്മു ആൻഡ് കാശ്മീർ, തേർഡ് കേരളം. ഇനി നമ്മളിവിടെ ഒരു പേര് ഓർത്തിരിക്കണം, സിമ്രാൻ ബാല. ആരാണത്? ഈ റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൂർണ്ണ പുരുഷ സൈനിക വിഭാഗത്തെ നയിച്ച വനിതാ ഓഫീസറാണ് സിമ്രാൻ ബാല എന്ന് പറയുന്നത്. ഓർത്തിരിക്കണേ, സിമ്രാൻ ബാല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളാണ്. റിപ്പബ്ലിക് ദിനമൊക്കെ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കാണ്. ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. നോബൽ പ്രൈസ് 2025 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോബൽ പ്രൈസ് 2025 ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യശാസ്ത്രത്തിൽ ആരൊക്കെയാണ്? മേരി ഇ ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സഗാഗുച്ചി. ആരൊക്കെയാണ്? മേരി ഇ ബ്രൻകോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സഗാഗുച്ചിയാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയിരിക്കുന്നത്. ഭൗതികശാസ്ത്രം ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറെ, ജോൺ മാർട്ടിനി. ആർക്കൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ ഡെവോറെ, ജോൺ മാർട്ടിനിയാണ് ഭൗതികശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. രസതന്ത്രത്തിലാണെങ്കിലോ സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. രസതന്ത്രത്തിൽ എങ്ങനെയാണ്? സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ യാഗി. അതിന് ചെറിയൊരു കോഡുണ്ട്. ഈ സുസുമോയ്ക്ക് റോഡിൽ വെച്ചിട്ട് രസം കുടിച്ചത് ഓർമ്മ വന്നു എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. സുസുമു കിറ്റഗാവ, പിന്നെന്താണ് റോഡിൽ വെച്ച് റിച്ചാർഡ് റോബ്സൺ, രസം കുടിച്ചത് രസതന്ത്രം, ഓർമ്മ വന്നു ഒമർ യാഗി. വേണ്ടവർക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള കോഡ് വെച്ചിട്ട് മാക്സിമം പഠിക്കാൻ വേണ്ടി മറ്റൊരാളുടെ കോഡ് മാക്സിമം നമ്മൾ കാണാണ്ട് പഠിക്കാണ്ടിരിക്കും. ഇനി അത് അപ്പോൾ ഓർമ്മ വന്നില്ലെങ്കിലോ നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ഒരു കഥയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും ബെറ്ററാണ് കേട്ടോ. ഞാൻ ഒരിക്കലും മറ്റൊരാളുടെ കോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറയില്ല. നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാനാണെങ്കിൽ കോഡ് നമുക്ക് എടുക്കാം. പക്ഷേ ഇതുപോലെയുള്ള കട്ടിയുള്ള വേർഡുകളൊക്കെ, കട്ടിയുള്ള വാക്കുകൾ, കട്ടിയുള്ള പേരുകളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കഴിവതും ഒരു കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ. എന്തെങ്കിലും ഒരു കഥ പോലെയോ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ നമുക്ക് ഓർമ്മ വരും. മറ്റേത് നമ്മൾ വീണ്ടും ഇരുന്നിട്ട് കാണാണ്ട് പഠിക്കുകയല്ലേ. അടുത്തത് നോക്കാം. സാഹിത്യത്തിൽ ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്കാണ് കേട്ടോ. സാഹിത്യത്തിൽ ലാസ്ലോ ക്രസ്നഹോർക്കയ്ക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്? സാഹിത്യത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. സമാധാനത്തിൽ മരിയ കൊറീനോ മച്ചാഡോ. അപ്പോൾ ഈ സാഹിത്യവും സമാധാനവും കുറേ ചോദിച്ചിട്ടുണ്ട്. സമാധാനത്തിൽ മരിയ കൊറീന മച്ചാഡോയ്ക്കാണ് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫിലിപ്പി അഗിയോണും പീറ്റർ ഹോവിറ്റ്, ജോയൽ മുക്കിയറും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫിലിപ്പി അഗിയോൺ, പീറ്റർ ഹോവിറ്റ്, ജോയൽ മൂക്കിർ എന്നിവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നോബൽ പ്രൈസ് 2025 ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിൽ നിങ്ങൾ എന്തും കൂടെ പഠിച്ചിരിക്കുകയെന്നറിയോ? 2024 നോബൽ പ്രൈസും കൂടെ പഠിച്ചിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. കാരണം നമ്മളോട് 2024 നോബൽ പ്രൈസ് ചോദിക്കുന്നുണ്ട്, 2023 നോബൽ പ്രൈസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 2024 നോബൽ പ്രൈസെങ്കിലും പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP31 വേദി. സ്ഥിരമായിട്ട് ഇഷ്ടമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ COP31 എന്ന് പറയുന്നത് കേട്ടോ. PSCക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ, പ്രിലിംസിനൊക്കെ പ്രത്യേകിച്ചും. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP31 വേദി എവിടെയാണ്? അന്റാലിയയിലാണ് കേട്ടോ. തുർക്കിയിലെ അന്റാലിയയിലാണ് COP31 വേദി എന്ന് പറയുന്നത്. COP30 എവിടെയാണ്? ബ്രസീലിലെ ബെലേമിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ബ്രസീലിലെ ബെലേമായിരുന്നു COP30 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ COP30 വേദി എന്ന് പറയുന്നത്. 2025 വയലാർ അവാർഡ് നേടിയ ഈ സന്തോഷ് കുമാറിൻ്റെ കൃതി ഏത്?
ഏതാണ്? തപോമയുടെ അച്ഛൻ എന്നുള്ളതാണ് കേട്ടോ. തപോമയുടെ അച്ഛൻ എന്നുള്ളതാണ് ഈ സന്തോഷ് കുമാറിൻ്റെ 2025 വയലാർ അവാർഡ് നേടിയ കൃതി എന്ന് പറയുന്നത്. 2024 ആർക്കാണ് ലഭിച്ചത്? അശോകൻ ചെരുവിലാണ് ലഭിച്ചത്. ഏതായിരുന്നു കൃതി? കാട്ടൂർ കടവ് എന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു കേട്ടോ. 2024 വയലാർ അവാർഡ് ആർക്ക് കിട്ടി? അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ്. 2025 ആര് നേടി? ഈ സന്തോഷ് കുമാർ തപോമയുടെ അച്ഛൻ. എഴുതി വെച്ചേക്കണേ, പഠിക്കണേ. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? വൈരമുത്തുവിനാണ് കേട്ടോ. 2024 വിനോദ് കുമാർ ശുക്ലയ്ക്കും. 2024 25 മസ്റ്റായിട്ട് പഠിക്കണേ. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം, അതായത് 2025 60ാമത് ആർക്ക് കിട്ടി? വൈരമുത്തുവിനാണ് കിട്ടിയിരിക്കുന്നത്. 2024 ആര് നേടി? വിനോദ് കുമാർ ശുക്ലയ്ക്കായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2026 G20 ഉച്ചകോടി എവിടെയായിരുന്നു? 2026 G20 ഉച്ചകോടി വേദി എവിടെയാണ്? ഫ്ലോറിഡയിലെ മിയാമിയിലാണ് കേട്ടോ. ഫ്ലോറിഡയിലെ മിയാമിയിൽ വെച്ചിട്ടാണ് G20 ഉച്ചകോടി നടക്കാൻ പോകുന്നത് 2026. 2025 ജോഹന്നാസ്ബർഗ് ആയിരുന്നു വേദി എന്ന് പറയുന്നത് കേട്ടോ. 2025 G20 ഉച്ചകോടി വേദി എവിടെയാണ്? ജോഹന്നാസ്ബർഗ് ആണ്. 2026 ഫ്ലോറിഡയിലെ മിയാമിയിലാണ്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി നമ്മുടെ ഇന്ത്യയിലാണ്, ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2026 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയായിരുന്നു? ഇന്ത്യ. 2025 മാർച്ചിൽ ഇന്ത്യയിലെ 58ാമത് കടുവാ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഏതാണ്? മാധവ് നാഷണൽ പാർക്കാണ് കേട്ടോ. മാധവ് നാഷണൽ പാർക്കാണ് 58ാമത് കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 58ാമത്തെ കടുവാ സങ്കേതം മാധവ് നാഷണൽ പാർക്ക്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിട്ടുള്ള പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല അന്തരിച്ചതെന്ന്. 2025 ഡിസംബർ 23 വിനോദ് കുമാർ ശുക്ല അന്തരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പോൾ 59ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. അദ്ദേഹം അന്തരിച്ചതെന്നാണ് 2025 ഡിസംബർ 23 കേട്ടോ. ഡേറ്റും മാസവും ഓർത്തിരിക്കണേ. കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് നൽകുന്ന 2025 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? NS മാധവനാണ് കേട്ടോ. 2025 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായ എഴുത്തുകാരൻ ആരാണ്? NS മാധവൻ. ആഗോള കായിക പുരസ്കാരമായ ലോറസ് വേൾഡ് ടീം ഓഫ് ദി ഇയർ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ്. നമ്മളിപ്പോൾ നേരത്തെ അത് പറഞ്ഞേ ഉള്ളൂ. ഇന്ന് നമുക്ക് 2025 26 ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പരിചയപ്പെടാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായിട്ട് മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ ഡി ഉള്ളൊഴുക്കാണ് കേട്ടോ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് ആണ് കേട്ടോ. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ദിവ്യ ദേശ്മുഖ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഇതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു അല്ലേ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണത്തിനായി ഒരു അത്യാധുനിക ദൂരദർശിനി സൃഷ്ടിക്കുന്നതിനായി ഇന്ത്യ, USA, ചൈന, കാനഡ, ജപ്പാൻ എന്നിവ തമ്മിലുള്ള ആഗോള സഹകരണമാണ് 30 മീറ്റർ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്, TMT. സൂര്യൻ്റെ കൊറോണയെയും സൗരയൂഥത്തിൽ അതിൻ്റെ സ്വാധീനത്തെയും കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൗര നിരീക്ഷണാലയമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. സ്ലിം ചന്ദ്രനെ അന്വേഷിക്കുന്നതിനുള്ള സ്മാർട്ട് ലാൻഡറാണ് സ്ലിം എന്ന് പറയുന്നത് കേട്ടോ.
ചന്ദ്രധ്രുവ പ്രദേശങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു സഹകരണ ദൗത്യമാണ് ഈ സ്ലിം എന്ന് പറയുന്നത്. നിസാർ ദൗത്യം ഒരു ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള നാസയും ഇസ്രായേലും തമ്മിലുള്ള ഒരു നാസയും ISROയും തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയാണ്. ഇതിൽ തെറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. ഇതിലെന്താണ്, ഇന്ത്യയില്ല, ജപ്പാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ജപ്പാൻ്റെ ടാക്സ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ, പര്യവേഷണ കേന്ദ്രം മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഇല്ല കേട്ടോ ഇതിൽ. സ്ലിം SLIM എന്ന് പറയുന്നത് എന്താണ്, ചന്ദ്രധ്രുവ പ്രദേശങ്ങളെ പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഇന്ത്യയില്ല, ജപ്പാന് മാത്രമായിട്ടുള്ള ഒരു പരിപാടിയാണ് SLIM എന്ന് പറയുന്നത് കേട്ടോ. ഇത് വിജയിച്ചതോടെ എന്തായി, നമ്മുടെ ചന്ദ്രനിൽ വിജയകരമായി പേടകം ഇറക്കുന്ന 5ാമത്തെ രാജ്യമായിട്ട് ജപ്പാൻ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഏതൊക്കെയാണ്, റഷ്യ, അതുപോലെ തന്നെ അമേരിക്ക, പിന്നെ ചൈന, പിന്നെ ഇന്ത്യ, നിലവിലെ ജപ്പാൻ. ഇതാണ് നമ്മുടെ ചന്ദ്രനിൽ വിജയകരമായി പേടകം ഇറക്കുന്ന രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. റഷ്യ, പിന്നെ അമേരിക്ക, ചൈന, ഇന്ത്യ, ജപ്പാൻ. ഈ SLIMൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചന്ദ്രൻ്റെ മാൻഡിലിൽ കാണപ്പെടുന്ന ഒലീവിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധാതുവുണ്ട്. ഒലീവിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധാതുവുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനമായിരുന്നു കേട്ടോ. ഒലീവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ധാതുക്കളെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഇതിൻ്റെ SLIMൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇത് പഠിക്കുന്നതിലൂടെ, ഈ ഒലിവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ധാതുക്കളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ ചന്ദ്രൻ്റെ ഉത്ഭവവും പരിണാമവും ഇവയെക്കുറിച്ചൊക്കെ പഠിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ആൻസർ. ഇന്ത്യയില്ല, ടാക്സ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? NS മാധവൻ. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ്? ശ്രീ V ഹരിനായർ ആണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം, അതിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ, NS മാധവൻ. അത് വീണ്ടും റിപ്പീറ്റ് ആയിട്ടുണ്ട് ക്വസ്റ്റ്യൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാർക്ക്? 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചതാര്? ഓപ്ഷൻ സി ഹാൻ കാങ്ങിനാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു 2024 നോബൽ പ്രൈസ് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോണേ. 2025 ചോദിച്ചിരിക്കുന്നതാണിത്. 2024 ക്വസ്റ്റ്യൻ നോബൽ പ്രൈസ്. അപ്പോൾ 2024 പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. 2024 സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ആർക്കാണ് ലഭിച്ചത്? ഹാൻ കാങ്ങിനാണ് കേട്ടോ. ഹാൻ കാങ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? നമുക്ക് ഇത് പഠിക്കേണ്ട, നമുക്ക് നിലവിലെ ചെയർപേഴ്സണെ പഠിക്കാം. ആരാണ് നിലവിലെ ചെയർപേഴ്സൺ? വി രാമസുബ്രഹ്മണ്യമാണ് കേട്ടോ. വി രാമസുബ്രഹ്മണ്യമാണ്. അറിയാമെന്ന് വിചാരിക്കണോ എല്ലാവർക്കും? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? വി രാമസുബ്രഹ്മണ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ് ആണ് കേട്ടോ. PC വിഷ്ണുനാഥാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കേട്ടോ. കൂടാതെ ടൂറിസം, സിനിമ എന്നീ വകുപ്പുകളുടെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. PC വിഷ്ണുനാഥ് ടൂറിസം, സിനിമ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ്? PC വിഷ്ണുനാഥാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് തന്നെയാണ്? PC വിഷ്ണുനാഥാണ്. ഇന്ത്യയുടെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? 52ാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണിതിൽ? BR ഗവായി ആണല്ലേ. ഭൂഷൺ രാമകൃഷ്ണ ഗവായി. 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ത്യയുടെ 52ാമത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ 53ാമത്തെ ആരാണ്? സൂര്യകാന്താണ്. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സൂര്യകാന്ത്. ഇതും പഠിച്ചിരിക്കണേ, എത്രാമത്തെയാണ് എന്നുള്ളതും പഠിച്ചിരിക്കണേ. 53ാമത്തെയാണ് സൂര്യകാന്ത് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നിലവിലെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറായി ചുമതലയേറ്റത് ആര്?
ഓപ്ഷൻ ഡി സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. നിലവിലെ ഗവർണർ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. നമ്മളെപ്പോഴും അവരുടെ എത്രാമതാണ് എന്നുള്ളത് എപ്പോഴും പഠിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ സാഹിത്യ അവാർഡുകളിലാണെങ്കിലും എത്രാമതാണ് എന്നുള്ളത് മാക്സിമം പഠിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമ്പറാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ ഇത്രാമത് എന്നാണ് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ട് പാടില്ല. എപ്പോഴും അതാണ് നല്ലത്. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശിയാണ് കേട്ടോ. വൈഭവ് സൂര്യവംശിയാണ് 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന് പറയുന്നത്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം ആയിട്ടുള്ള JC ഡാനിയൽ അവാർഡിൻ്റെ 2025 ജേതാവ്. 2025 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ഓപ്ഷൻ സി ഷാജി എൻ കരുൺ ആണ് കേട്ടോ. 2025 JC ഡാനിയൽ അവാർഡ് ആരാണ് ലഭിച്ചിരിക്കുന്നത്? ഷാജി എൻ കരുൺ. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല ഏത്? കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. ഓപ്ഷൻ ബി കൊല്ലമാണ് കേട്ടോ. കൊല്ലം. 2023 55-ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത്? 2023 55-ാം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത്? ഓപ്ഷൻ എ മോഹൻലാൽ ആണ് കേട്ടോ. 2025-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 4.1% കേട്ടോ. 4.1% 25-26 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ധനക്കമ്മി GDPയുടെ 4.1%. 2025 നടന്ന ICC വനിതാ ലോകകപ്പിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. കിരീടം നേടിയത് ഇന്ത്യയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീം ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പ നേടി. ഓപ്ഷൻ സി ആണ് 1, 2, 1, 3, 4 ശരി. 1, 3, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. ശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 3, 4 ശരി. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 അല്ല 8 ആണ്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് പഠിച്ചു വെച്ചേക്കട്ടോ. കിരീടം നേടിയത് ഇന്ത്യയാണ്. പങ്കെടുത്ത ടീമുകളുടെ എണ്ണം 9 ആണ്. ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് 2025 മാരിസൺ കാപ്പയാണ് നേടിയിട്ടുള്ളത്. 2025 ICC വനിതാ ലോകകപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആദ്യ ബ്രിക്സ് യുവജനോത്സവത്തിൻ്റെ വേദി? ഓപ്ഷൻ സി റഷ്യ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ശ്രീ ഗ്യാനേഷ് കുമാർ ആണ് കേട്ടോ. നിലവിലെ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ഷാജി എൻ കരുൺ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് വട്ടം ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ടുണ്ടേ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഷാജി എൻ കരുൺ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ഓപ്ഷൻ ബി ഹർമൻ പ്രീത് കൗർ ആയിരുന്നു കേട്ടോ. 2025 ICC വനിതാ ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആരാണ്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത്? ഓപ്ഷൻ ഡി മോഹൻലാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ എന്താണ്? ഓപ്ഷൻ ബി എൻ്റെ കേരളം എന്നും സുന്ദരം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിക്കുന്ന ആദ്യത്തെ ISRO ബഹിരാകാശ യാത്രികൻ ആരാണ്? ഓപ്ഷൻ എ ശുഭാംശു ശുക്ല. 2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരം ആരാണ്? ഓപ്ഷൻ സി സഞ്ജു സാംസൺ ആണ് കേട്ടോ. ഓപ്ഷൻ സി സഞ്ജു സാംസൺ ആണ്.
2025 അധ്യയന വർഷത്തെ കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കായിക താരം. ഈ ആദ്യത്തെ നമ്മുടെ 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? തങ്കു എന്ന് പറഞ്ഞിട്ടുള്ള മുയലായിരുന്നു കേട്ടോ. തങ്കു എന്ന് പറഞ്ഞിട്ടുള്ള മുയലായിരുന്നേ ഈ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. അതിൻ്റെ ഗുഡ് വിൽ അംബാസഡറേയും കൂടെ പഠിച്ചിരിക്കുക. കീർത്തി സുരേഷാണ് കേട്ടോ. കീർത്തി സുരേഷാണ് അതിൻ്റെ ഗുഡ് വിൽ അംബാസഡർ എന്ന് പറയുന്നത് കേട്ടോ. കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഗുഡ് വിൽ അംബാസഡർ ആരാണ്? കീർത്തി സുരേഷാണ്. ബ്രാൻഡ് അംബാസഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. 2025 ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ജില്ല തിരുവനന്തപുരമായിരുന്നു കേട്ടോ. 2025 കേരള സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഓവറോൾ ചാമ്പ്യന്മാരായിരുന്നു? തിരുവനന്തപുരമായിരുന്നു. 2026 സ്കൂൾ ഒളിമ്പിക്കിൻ്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ് 2026 സ്കൂൾ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 2024 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ യഥാക്രമം പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ട കായിക താരങ്ങൾ ആരെല്ലാം? ആരാണ് പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി മാച്ച്? ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ജസ്പ്രീത് ബുംറയും വിരാട് കോഹ്ലിയുമായിരുന്നു കേട്ടോ. പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണ്. പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? വിരാട് കോഹ്ലിനെയായിരുന്നു. 2023 നോബൽ സമ്മാനം നേടിയവരുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവയിൽ ശരിയായതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. നമുക്ക് പഠിക്കാം. യോൺ ഫോസ്റ്റെ ഏതായിരുന്നു? സാഹിത്യത്തിലായിരുന്നു. നോർവീജിയൻ നാടകകൃത്താണ് കേട്ടോ. യോൺ ഫോസ്റ്റെ. സാഹിത്യത്തിൽ ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് നോബൽ സമ്മാനം 2023? യോൺ ഫോസ്റ്റെ. സാമ്പത്തിക ശാസ്ത്രത്തിൽ ലഭിച്ചത് ക്ലൗഡിയ ഗോൾഡിനാണ് കേട്ടോ. ക്ലൗഡിയ ഗോൾഡിൻ US സാമ്പത്തിക ശാസ്ത്രജ്ഞ ാണ് കേട്ടോ. അപ്പോൾ 2023 സാഹിത്യം സാമ്പത്തികവും നമ്മൾ പഠിച്ചു കേട്ടോ. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? ഓപ്ഷൻ എ പത്മ സുബ്രഹ്മണ്യമാണ് കേട്ടോ. താഴെ തന്നിട്ടുള്ളതിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് പത്മ സുബ്രഹ്മണ്യം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഓപ്ഷൻ ഡി സി വിജിലാണ് കേട്ടോ. സി വിജിൽ. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണല്ലേ. PR ശ്രീജേഷ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ എ നിഹോൺ ഹിഡൻകിയാണ് കേട്ടോ. നിഹോൺ ഹിഡാൻകിയാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയിട്ടുള്ളത്. 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം? 2025 പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ട്. ജേതാക്കൾ ആര് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. പ്രഥമ ഖോഖോ ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. സോറി കേട്ടോ, അത് അതിൻ്റെ ഇടയിൽ വന്നതാ. 2025 ഏപ്രിൽ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആര്? ഓപ്ഷൻ ഡി ഇവരാരുമല്ല കേട്ടോ. നരേന്ദ്രമോദിയാണ് ആ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി? ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ റെയ്ഡ ഒഡിങ്ങിയാണ് കേട്ടോ. റെയ്ല ഒഡിങ്ങിയാണ് കേട്ടോ. അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം ഏത്? നമുക്കറിയാമല്ലോ, ഇപ്പോൾ 2026 നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. 3 ശരി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നുള്ളതായിരുന്നു 2023 കൂടിയ G20 രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ?
ഓപ്ഷൻ ഡി ആണ്, ഇതെല്ലാം ശരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ആണ്. ഇതെല്ലാം ഇത് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇത് 4 പോയിന്റ് പഠിക്കണം. ചിലപ്പോൾ ഈ 4 പോയിന്റ് ഇതിലേതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ക്വസ്റ്റ്യൻ വരാനും ചാൻസ് ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പിൻ്റെ തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖമാണ്. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻ്റെ ഒരു റാപ്പിഡ് റിവിഷൻ മോക്ക് ടെസ്റ്റ് നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ 3ാമത്തെ ക്ലാസ്സൊക്കെ അപ്ലോഡ് ചെയ്തായി. അപ്പോൾ അതിൽ ഞാൻ അവസാനം പറയുന്ന 10 കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അത് കാണുന്നവർക്കറിയാം, അത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ആ ക്ലാസ്സുകളൊക്കെ എല്ലാവരും യൂസ്ഫുൾ ആക്കാൻ നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ അറിയാം എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, നമ്മുടെ പ്രിലിംസുമായിട്ട് റിലവൻ്റ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആണോ എന്ന് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഉപകാരപ്പെടുന്നു തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് ചെയ്ത് നോക്കുക. മാർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ. കൂടാതെ നിങ്ങൾ ആ ലാസ്റ്റത്തെ കറണ്ട് അഫെയറും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ക്ലാസ്സിൽ കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു.